വീട്ടുമുറ്റത്തൊരു ഗ്യാസ് കിണർ. 15 വർഷമായി ഗ്യാസ് സിലിണ്ടർ ഇല്ലാത്ത വീട്. ആലപ്പുഴ നാച്ചുറൽ ഗ്യാസ് ഹോം. അടുക്കളയിലേക്ക് ഗ്യാസ് വരുന്നത് വീട്ടുമുറ്റത്ത് നിന്ന്. ഇത് ആലപ്പുഴയിലെ അത്ഭുത കിണർ. സിലിണ്ടർ വേണ്ട, പൈസ വേണ്ട, പ്രകൃതി കനിഞ്ഞു നൽകിയ പാചകവാതകം. ലോകം മുഴുവൻ പാചകവാതത്തിന്റെ വിലകയറ്റത്തിൽ പൊറുതിമുട്ടുമ്പോൾ ആലപ്പുഴ ആറാട്ടുവഴിയിലെ ഈ വീട്ടിൽ മാത്രം കഴിഞ്ഞ 15 വർഷമായി ഗ്യാസ് സിലിണ്ടർ കയറിയിട്ടില്ല. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ ഇവരുടെ അടുക്കളയിലേക്ക് ഗ്യാസ് എത്തുന്നത് പശ്ചിമേഷ്യയിൽ നിന്നല്ല, സ്വന്തം വീട്ടുമുറ്റത്ത് തന്നെയാണ്. കഥയുടെ തുടക്കം. ഈ അത്ഭുതം തുടങ്ങുന്നത് 1.5 പതിറ്റാണ്ട് മുമ്പാണ്. വീട്ടിൽ ഒരു ബോർവെൽ അടിക്കാൻ ശ്രമിച്ച രമേശൻ ചേട്ടനും കുടുംബവും വെള്ളത്തിന് പകരം കണ്ടെത്തിയത് മറ്റൊന്നായിരുന്നു. ഏതാണ്ട് 20 മീറ്റർ താഴ്ചയിൽ പൈപ്പ് എത്തിയപ്പോൾ വെള്ളത്തിന് പകരം മണ്ണും കക്കയുമാണ് വന്നത്. പണി ഉപേക്ഷിച്ച് പ്ലംബർ പോയി. 3-ാം ദിവസം വീണ്ടും വന്ന് നോക്കി. പ്ലംബിംഗ് വർക്കിനായി ഒന്ന് തീപ്പെട്ടിക്കൊള്ളി ഉരച്ചപ്പോൾ തീ ആളിപ്പടർ. വെള്ളമൊഴിച്ച് കെടുത്തിയിട്ടും വീണ്ടും കത്തുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇത് പ്രകൃതിവാതകമാണെന്ന്. സുരക്ഷയും ശാസ്ത്രവും. തുടക്കത്തിൽ പേടിയുണ്ടായിരുന്നെങ്കിലും വാട്ടർ അതോറിറ്റിയും ONGC അധികൃതരും എത്തി പരിശോധിച്ചതോടെ ആത്മവിശ്വാസമായി. ഇത് അപകടകരമായ ഗ്യാസ് അല്ലെന്നും ഉപയോഗിക്കാമെന്നും അവർ സാക്ഷ്യപ്പെടുത്തി. മഴക്കാലത്ത് തീയുടെ ശക്തി അല്പം കുറയുമെന്നല്ലാതെ ഈ 15 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഇവിടെ ഗ്യാസ് മുടങ്ങിയിട്ടില്ല. ഉപയോഗവും ഗുണങ്ങളും. സാധാരണ LPG ഗ്യാസിനെ അപേക്ഷിച്ച് ചൂട് അല്പം കുറവാണെങ്കിലും കറികളും ചോറുമൊക്കെ വെക്കാൻ ഇത് ധാരാളം. പാത്രം കരിപിടിക്കുമെന്നതിനാൽ കുറഞ്ഞ തീയിൽ വേണം പാകം ചെയ്യാൻ എന്നത് മാത്രമേ. രാത്രികാലങ്ങളിൽ മാത്രമാണ് ഇവർ എപ്പോഴെങ്കിലും LPG ഉപയോഗിക്കുന്നത്. രമച്ചേച്ചി പറയുന്നു, വെള്ളം തിളപ്പിക്കാനും അപ്പമുണ്ടാക്കാനും കറി വെക്കാനും എല്ലാം ഞാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. 1 മിനിറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ, വലിയ കുഴപ്പമില്ല. കൺക്ലൂഷൻ. ഭൂമിക്കടിയിലെ നിധി തേടി അലയുന്നവർക്കിടയിൽ തന്റെ വീടിന് താഴെയുള്ള ഈ പ്രകൃതിദത്തമായ പാചകവാതകം കരുതലയോടെ ഉപയോഗിക്കുന്നതാണ് ഈ കുടുംബം. ആലപ്പുഴയിലെ ഈ അത്ഭുത കിണറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ കമന്റ് ചെയ്യുക.